അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സോയ റൈസാണ്. തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഞാനിതിൽ എവറസ്റ്റിൻ്റെ ഗരം മസാല കേട്ടോ ഇട്ടത്. നന്നായിട്ടുണ്ടായിരുന്നു കഴിക്കാൻ. ഇൻഗ്രീഡിയൻസൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, കാണാം. ചോറ് ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. 4 പച്ചമുളക് ചെറുതായിട്ട് മുറിക്കുക, 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിക്കുക, കുറച്ച് മല്ലിയില ചെറുതായിട്ട് മുറിക്കുക, മുളക് പൊടി, എവറസ്റ്റിൻ്റെ ഗരം മസാല പൗഡർ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, സൺഫ്ലവർ ഓയിൽ, സോയ ചങ്ക്സ് നന്നായിട്ട് കഴുകിയിട്ട് ചൂടുവെള്ളത്തിൽ അരമണിക്കൂർ ഇട്ടതിന് ശേഷം 2-3 വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുത്തിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. സോയ റൈസ് ഉണ്ടാക്കാൻ പാകത്തിനുള്ളൊരു പാത്രം എടുക്കുക. ഞാനിവിടെ ഇതുപോലെയുള്ളൊരു വലിയ പാനാണ് എടുത്തത്. പാൻ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്ത ചെറിയുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് സവാള ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റുക. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് ചെറിയൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം കുറച്ച് ലോയിൽ വെക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് എവറസ്റ്റിൻ്റെ ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് 1 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ചോറിട്ട് കൊടുക്കുക. ചോറിന് മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇപ്പോൾ സോയ റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. ഏത് ചോറ് ഉപയോഗിച്ച് ഇത് ഉണ്ടാക്കാം കേട്ടോ. ഇനി എവറസ്റ്റിൻ്റെ ഗരം മസാല പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഏത് കമ്പനിയുടെയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, ഏത് ഫ്ലേവറാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്തോളൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.